ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഒരു വനിതാ കമ്മീഷൻ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് CSWI. 1971 ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ അഥവാ CSWI. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ അതാണ് CSWI. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ നിർദ്ദേശമാണ് പിന്നീട് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലേക്ക് നയിച്ചത്. കമ്മിറ്റി ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ നിർദ്ദേശമാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലേക്ക് നയിച്ചത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1990. നിയമം നിലവിൽ വന്നത് 1990. 1990 ആഗസ്റ്റ് 30 രാഷ്ട്രപതി ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിൽ ഒപ്പുവെച്ചത്. 1990 ആഗസ്റ്റ് 30 രാഷ്ട്രപതി ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിൽ ഒപ്പുവെച്ചത്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 1992 ജനുവരി 1 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് PV നരസിംഹറാവു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് PV നരസിംഹറാവു. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. അടുത്തത്, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്ന വകുപ്പുകൾ ഒന്നും തന്നെ ഇന്ത്യൻ ഭരണഘടനയിലില്ലെങ്കിലും വകുപ്പ് 14 സമത്വം, വകുപ്പ് 15 ലിംഗസമത്വം, വകുപ്പ് 15 സബ്സെഷൻ 3 സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായി നിയമനിർമ്മാണത്തിന് രാഷ്ട്രത്തിന് അനുമതി എന്നീ വകുപ്പുകൾ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പാണ്. അതായത് വകുപ്പ് 14 സമത്വമാണ് പറയുന്നത്, അതും വകുപ്പ് 15 ലിംഗസമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്, ആ വകുപ്പും അതുപോലെ 15 സബ്സെഷൻ 3 സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായി നിയമനിർമ്മാണത്തിന് രാഷ്ട്രത്തിന് അനുമതിയുണ്ട് എന്ന് പറയുന്ന വകുപ്പാണ്. അതും ഈ വകുപ്പുകൾ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പുകളാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതായത് ഭരണഘടനയിൽ പറഞ്ഞ സ്ഥാപനമല്ല ദേശീയ വനിതാ കമ്മീഷൻ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 15 സബ്സെഷൻ 3 വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായി നിയമം നിർമ്മിക്കുവാൻ രാഷ്ട്രത്തിന് അധികാരം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 15 സബ്സെഷൻ 3 വകുപ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്കായി നിയമം നിർമ്മിക്കുവാൻ രാഷ്ട്രത്തിന് അധികാരം നൽകുന്നു. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങളുണ്ടായിരിക്കും? 6. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. 5 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, ടോട്ടൽ 6 അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. മുഴുവൻ അംഗങ്ങൾ ചോദിച്ചാൽ 6. 5 അംഗങ്ങളും ഒരു ചെയർപേഴ്സണും. ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അതിനു പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ എന്നിവർക്ക് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. ഒരു ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. മെമ്പർ സെക്രട്ടറിയെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി പരിഗണിക്കേണ്ടതില്ല. മെമ്പർ സെക്രട്ടറിയെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി പരിഗണിക്കേണ്ടതില്ല. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. ദേശീയ വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയെ നിയമിക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ 5 അംഗങ്ങളിൽ കുറഞ്ഞത് 1 അംഗമെങ്കിലും യഥാക്രമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാൾ ആകണം.
ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെയും ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെയും ദേശീയ വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ 5 അംഗങ്ങളിൽ കുറഞ്ഞത് ഒരംഗമെങ്കിലും യഥാക്രമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാൾ ആയിരിക്കണം. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അവരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജിക്കത്ത് നൽകേണ്ടതും കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ഉള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവ രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിന്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന്. ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റിന്. അനുവാദമില്ലാതെ തുടർച്ചയായി എത്ര മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നാലാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ഒരംഗത്തെ പുറത്താക്കാവുന്നത്? 3 മീറ്റിങ്ങിലാണ്. അനുവാദമില്ലാതെ തുടർച്ചയായി 3 മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നാൽ ദേശീയ വനിതാ കമ്മീഷനിലെ ഒരംഗത്തെ പുറത്താക്കാവുന്നതാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷനാണ് അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിന്മേൽ അന്വേഷണവും പരിശോധനയും നടത്തുക എന്നത് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണ്. വനിതകളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ കാര്യപ്രാപ്തിയോടെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുക, അതുപോലെ ചില കാര്യങ്ങളിൽ സ്വമേധയാ പരാതി സ്വീകരിക്കാനുള്ള അധികാരവും ദേശീയ വനിതാ കമ്മീഷനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് നിയമങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിന്മേൽ അന്വേഷണവും പരിശോധനയും നടത്തുക, വനിതകളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ കാര്യപ്രാപ്തിയോടെ നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുക, ചില കാര്യങ്ങളിൽ സ്വമേധയാ പരാതികൾ സ്വീകരിക്കാനുള്ള അധികാരവും ദേശീയ വനിതാ കമ്മീഷനുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് നിയമത്തിൻ്റെ കാര്യത്തിൽ നിർദ്ദേശാധികാരം മാത്രമേ ഉള്ളൂ, നിയമനിർമ്മാണാധികാരം ഇല്ല. ദേശീയ വനിതാ കമ്മീഷന് നിയമത്തിൻ്റെ കാര്യത്തിൽ നിർദ്ദേശ അധികാരം മാത്രമേ ഉള്ളൂ, നിയമനിർമ്മാണാധികാരം ഇല്ല. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലകളാണ് പറയുന്നത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്ത്രീകളുടെ വികസന കാര്യങ്ങളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തുക, സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനായുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുക, സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവബോധവും ഗവേഷണങ്ങളും സംഘടിപ്പിക്കുക. എന്തൊക്കെയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലകൾ? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്ത്രീകളുടെ വികസന കാര്യങ്ങളിലുണ്ടായ പുരോഗതി എന്ത് ചെയ്യണം? വിലയിരുത്തണം. പിന്നെന്താണ്? സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിനായുള്ള ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുക. അതുപോലെ വേറെ എന്താണ്? സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവബോധവും ഗവേഷണവും സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് ചുമതല വരുന്നത്. ദേശീയ വനിതാ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് അതിൻ്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അധികാരമില്ല. എന്താണ് പറഞ്ഞത്? ദേശീയ വനിതാ കമ്മീഷൻ എന്തുണ്ട്? ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ദേശീയ വനിതാ കമ്മീഷന് അതിൻ്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അവകാശമില്ല. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ ഇന്ത്യൻ പിനൽ കോഡിലെ സെക്ഷൻ 21 പ്രകാരമുള്ള പബ്ലിക് സർവൻ്റ് എന്ന ഗണത്തിൽപ്പെടുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങൾ ഇന്ത്യൻ പിനൽ കോഡിലെ സെക്ഷൻ 21 പ്രകാരമുള്ള പബ്ലിക് സർവൻ്റ് എന്ന ഗണത്തിൽ പെടുന്നു. ദേശീയ വനിതാ കമ്മീഷൻ്റെ ക്വാറം എത്രയാണ്? 3. ദേശീയ വനിതാ കമ്മീഷൻ്റെ ക്വാറം 3.
വനിതാ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം എവിടെയാണ്? നിർഭയ ഭവൻ, ന്യൂഡൽഹി. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരം നിർഭയ ഭവൻ, ന്യൂഡൽഹി. വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ന്യൂസ് ലെറ്ററായ രാഷ്ട്രമഹിള പ്രതിമാസം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നത് ഡോക്ടർ ഗിരിജ വ്യാസ് ആണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ആക്ടിംഗ് ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ്. ഗിരിജ വ്യാസ്, രേഖ ശർമ്മ എന്നിവർ 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ ആയതാരാണ്? ഗിരിജ വ്യാസ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ആക്ടിംഗ് ചെയർപേഴ്സൺ രേഖ ശർമ്മ. ഗിരിജ വ്യാസ് അതുപോലെ രേഖ ശർമ്മ എന്നിവർ 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ആരാണ്? ഗിരിജ വ്യാസും രേഖ ശർമ്മയും 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ്റെ 2ാമത്തെ അധ്യക്ഷയാരാണ്? മോഹിനി ഗിരിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ 2ാമത്തെ അധ്യക്ഷയാരാണ്? മോഹിനി ഗിരി. ശ്രീമതി വിഭ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി എന്നിവർ യഥാക്രമം 3ാമത്തെയും 4ാമത്തെയും അധ്യക്ഷരാണ്. അപ്പോൾ മൊത്തത്തിൽ ഒന്നുകൂടി ഞാൻ വായിക്കാം. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്, 2ാമത്തെ അധ്യക്ഷ മോഹിനി ഗിരി, 3ാമത്തെ അധ്യക്ഷ ശ്രീമതി വിഭ പാർത്ഥസാരഥി, 4ാമത്തെ അധ്യക്ഷ പൂർണിമ അദ്വാനി. ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്നത് ഗിരിജ വ്യാസ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ആക്ടിംഗ് ചെയർപേഴ്സൺ രേഖ ശർമ്മ. ഗിരിജ വ്യാസും രേഖ ശർമ്മയും 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷപദം വഹിച്ച മുഴുവൻ ആൾക്കാരുടെയും പേര് പറയുകയാണ്. ആദ്യം പറഞ്ഞു ജയന്തി പട്നായിക്, പിന്നെ നമ്മൾ പറഞ്ഞു മോഹിനി ഗിരി, പിന്നെ പറഞ്ഞു ശ്രീമതി വിഭ പാർത്ഥസാരഥി, പൂർണിമ അദ്വാനി, അടുത്തതാണ് ശ്രീമതി ഗിരിജ വ്യാസ്, അടുത്തത് മമത ശർമ്മ, അടുത്തത് ലളിത കുമാരമംഗലം എന്നിവർ യഥാക്രമം 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും അധ്യക്ഷരായ വ്യക്തികളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷനിൽ ഫാത്തിമ ബീവി തരും. ഫാത്തിമ ബീവി ഒരിക്കലും ചെയർപേഴ്സൺ ആയിട്ടില്ല, അംഗമായിട്ടേ ഉള്ളൂ, ചെയർപേഴ്സൺ ആയിട്ടില്ല. ഒന്നുകൂടി ചെയർപേഴ്സൺ ആയവരുടെ പേരുകൾ ഞാൻ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്, 2ാമത്തെ അധ്യക്ഷ മോഹിനി ഗിരി, 3ാമത്തെ അധ്യക്ഷ വിഭ പാർത്ഥസാരഥി, 4ാമത്തെ അധ്യക്ഷ പൂർണിമ അദ്വാനി, 5ാമത്തത് ഗിരിജ വ്യാസ്, 6ാമത്തത് മമത ശർമ്മ, 7ാമത്തത് ലളിത കുമാരമംഗലം. ഇത്രയാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാകുന്ന 8ാമത്തെ വ്യക്തിയാണ് ആര്? രേഖ ശർമ്മ. അതുകൂടി ഓർമ്മിച്ച് വെച്ചോ. 8ാമത്തെ വ്യക്തി രേഖ ശർമ്മ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 7 ആളുകളുടെ പേര് മറന്നു പോകാതെ ശ്രദ്ധിക്കുക. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയതെന്ന് ചോദിച്ചാൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് നിങ്ങൾ പറയുക? 9ാം പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം 1997 മുതൽ 2002 വരെയാണ്. 1997 മുതൽ 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ആ 9ാം പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയത്. അടുത്തത് നമുക്ക് കേരള സംസ്ഥാന വനിതാ കമ്മീഷനിലേക്ക് പോകാം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കിയത് എപ്പോഴാണ്? 1990-ലാണ്. 1990-ലാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് നിയമസഭ പാസാക്കിയത്.
സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ്? 1995-ലാണ്. 1995-ലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. 1995 ആഗസ്റ്റ് 22-ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും 1995 ഡിസംബർ 1-ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്തു. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1995 ആഗസ്റ്റ് 22 1995 ആഗസ്റ്റ് 22-ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുകയും 1995 ഡിസംബർ 1-ന് കമ്മീഷൻ നിയമം നിലവിൽ വരികയും ചെയ്തു. 1995 ഡിസംബർ 1-ന് സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വരികയും ചെയ്തു. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമപ്രകാരം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത് 1996. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമമാണ് 1995 ഡിസംബർ 1. അപ്പോൾ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1996 മാർച്ച് 14. 1996 മാർച്ച് 14. 1996 മാർച്ച് 14. 1996 മാർച്ച് 14-ലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപം കൊണ്ടത്. മാർച്ച് 14. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത് KR ഗൗരിയമ്മയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ കരട്, അതായത് ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത് KR ഗൗരിയമ്മ. സംസ്ഥാന വനിതാ കമ്മീഷൻ കരട് ബില്ല് തയ്യാറാക്കുന്നതിന് നിയമ ഉപദേശം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയും? ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ, ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി എന്നിവരാണ് പറയേണ്ടത്. അതായത് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ കരട് ബില്ല് തയ്യാറാക്കുന്നതിന് നിയമ ഉപദേശം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് VR കൃഷ്ണ അയ്യറും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ തയ്യാറാക്കി പ്രസിഡന്റിന് സമർപ്പിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നായനാറായിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ ബിൽ രാഷ്ട്രപതി അംഗീകരിച്ച് നിയമമാക്കുമ്പോഴും അതിൻ പ്രകാരം സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്ത സമയത്ത് കേരള മുഖ്യമന്ത്രി ആരാണ്? AK ആൻ്റണി. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് തയ്യാറാക്കി പ്രസിഡന്റിന് സമർപ്പിക്കുമ്പോഴാണ് EK നായനാർ. സംസ്ഥാന വനിതാ കമ്മീഷൻ ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചിട്ട് നിയമമാക്കുമ്പോഴും അതിൻ പ്രകാരം സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരികയും ചെയ്ത സമയത്ത് കേരള മുഖ്യമന്ത്രി AK ആൻ്റണി. മാറിപ്പോകരുത്, AK ആൻ്റണി. സംസ്ഥാന വനിതാ കമ്മീഷനിൽ അധ്യക്ഷ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങൾ? 5. സംസ്ഥാന വനിതാ കമ്മീഷനിൽ അധ്യക്ഷ ഉൾപ്പെടെ ആകെ 5 അംഗങ്ങളാണ്. ഒരു അധ്യക്ഷനും 4-ൽ കൂടാത്ത അംഗങ്ങളും ആയിരിക്കും സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഉൾക്കൊള്ളുന്നത്. ഒരു അധ്യക്ഷയും 4-ൽ കൂടാത്ത അംഗങ്ങളുമായിരിക്കും സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു പോകണം, അതാണ് റിപ്പീറ്റായിട്ട് പറയുന്നത്. ഒരധ്യക്ഷയും 4-ൽ കൂടാത്ത അംഗങ്ങളുമായിരിക്കും സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ആകെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര എഴുതും? 5. ഇനി സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഒരധ്യക്ഷയും 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. സംസ്ഥാന വനിതാ കമ്മീഷനിലെ 4 അംഗങ്ങളിൽ ഒരംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മെമ്പർ സെക്രട്ടറി ആണ്. സംസ്ഥാന വനിതാ കമ്മീഷനിൽ ഒരധ്യക്ഷയും 4 അംഗങ്ങളുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരംഗം എങ്ങനെയായിരിക്കണം? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മെമ്പർ സെക്രട്ടറി ആണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാലാവധി 5 വർഷമാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാലാവധി 5 വർഷമാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അധ്യക്ഷയുടെയും അതുപോലെ മറ്റ് അംഗങ്ങളുടെയും കാലാവധി 5 വർഷമാണ്. അധ്യക്ഷയുടെയും അതുപോലെ മറ്റ് അംഗങ്ങളുടെയും കാലാവധി 5 വർഷമാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിലെ മെമ്പർ സെക്രട്ടറിയുടെ കാലാവധി സംസ്ഥാന ഗവൺമെൻറ്റിന് താൽപ്പര്യമുള്ളിടത്തോളം കാലമാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിലെ മെമ്പർ സെക്രട്ടറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മെമ്പർ സെക്രട്ടറിൻ്റെ കാലാവധി എത്രയാണ്? സംസ്ഥാന ഗവൺമെൻറ്റിന് താൽപ്പര്യം ഉള്ളിടത്തോളം കാലം മെമ്പർ സെക്രട്ടറിക്ക് അവിടെ നിൽക്കാം. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, മറ്റംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി എന്നിവരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്. സംസ്ഥാനമല്ലേ, അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, മറ്റംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി എന്നിവരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്.
അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, മറ്റംഗങ്ങൾ എന്നിവരെ നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരം? സംസ്ഥാന ഗവൺമെൻറ്റിന്. അനുവാദമില്ലാതെ തുടർച്ചയായി എത്ര മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നാലാണ് സംസ്ഥാന വനിതാ കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യാവുന്നത്? 3 മീറ്റിങ്ങിലാണ്. എത്രയാണ്? 3 മീറ്റിങ്ങിലാണ്. സംസ്ഥാന വനിതാ കമ്മീഷനിലെ ക്വാറം എത്രയാണ്? സംസ്ഥാന വനിതാ കമ്മീഷനിലെ ക്വാറം 4. സംസ്ഥാന വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റിനാണല്ലേ അധികാരം. സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയാരാണ്? സുഗതകുമാരി. ശ്രീമതി സുഗതകുമാരിക്ക് ശേഷം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. 2 തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നത് ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. സുഗതകുമാരിക്ക് ശേഷം ശ്രീദേവിയാണ്. 2 തവണ ആരായിട്ടുണ്ട്? ശ്രീദേവി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അംഗങ്ങളുടെ പേര് പഠിക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാകുന്ന 3ാമത്തെ വനിത എം കമലവും 4ാമത്തെ വനിത KC റോസക്കുട്ടിയുമാണ്. പ്രത്യേക കാര്യം ഓർത്തിരിക്കുക, KR ഗൗരിയമ്മ. നേരത്തെ കരട് ബില്ലിനെ തയ്യാറാക്കിയെന്ന് പറഞ്ഞു. ആ KR ഗൗരിയമ്മ ഇതിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിട്ടില്ല. അതൊരു പോയിൻ്റാണ്, അത് ഓർത്ത് വയ്ക്കാം. കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് 2021 സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് MC ജോസഫൈൻ. സുഗതകുമാരി, D ശ്രീദേവി, M കമലം, KC റോസക്കുട്ടി എന്നിവർക്ക് ശേഷം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തെത്തിയ 5ാമത്തെ വ്യക്തിയാണ് MC ജോസഫൈന് ശേഷം പ്രസ്തുത സ്ഥാനത്തെത്തുന്ന 6ാമത് വ്യക്തിയാണ് P സതീദേവി. സുഗതകുമാരി, ശ്രീദേവി, M കമലം, KC റോസക്കുട്ടി, അത് കഴിഞ്ഞിട്ട് ജോസഫൈന് ശേഷം P സതീദേവി. വനിതാ കമ്മീഷനിൽ പരാതി നൽകുന്നതിന് ഫീസോ വക്കീൽ സഹായമോ ആവശ്യമില്ല. വനിതാ കമ്മീഷനിൽ പരാതി നൽകണമെങ്കിൽ ഫീസ് കൊടുക്കണ്ട, അതുപോലെ വക്കീലിൻ്റെ സഹായം വേണ്ട. അടുത്തത്, സംസ്ഥാന വനിതാ കമ്മീഷൻ സിവിൽ കേസുകൾ പരിഗണിക്കില്ല. എന്താണ് സംസ്ഥാന വനിതാ കമ്മീഷൻ? സിവിൽ കേസുകൾ പരിഗണിക്കില്ല. അതുപോലെ വിവാഹമോചനത്തിനുള്ള ഒരപേക്ഷയും വനിതാ കമ്മീഷൻ സ്വീകരിക്കില്ല. വിവാഹമോചനത്തിനുള്ള ഒരപേക്ഷയും സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വീകരിക്കില്ല. സിവിൽ കേസുകളും പരിഗണിക്കില്ല. അസാധാരണമായ സാഹചര്യങ്ങൾ കുടുംബ പുനഃസംഗമനത്തിനായി പുരുഷന്മാരുടെ അപേക്ഷകളും കമ്മീഷൻ സ്വീകരിക്കും. അസാധാരണമായ സാഹചര്യങ്ങൾ കുടുംബ പുനഃസംഗമത്തിനായി പുരുഷന്മാരുടെ അപേക്ഷകളും കമ്മീഷൻ സ്വീകരിക്കും. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. ഇത്രയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ